മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ബൈബിൾ രേഖപ്പെടുത്തിയ ശാസ്ത്രീയ തത്വങ്ങളിൽ ചിലത് ഇതാ. ഭൂമിയെ ശൂന്യത്തിൽ തൂക്കിയിരിക്കുന്നു. യോബ് 26:7. ഭൂമിയെ വഹിക്കുന്നത് ചില ഭീമാകാര മൃഗങ്ങളാണെന്ന് മനുഷ്യൻ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഏകദേശം 3500 പരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയെ ശൂന്യത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. AD 1650 ഭൂമി സ്വതന്ത്രമായി ശൂന്യത്തിൽ നിലകൊള്ളുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. അതായത് ബൈബിളിൽ രേഖപ്പെടുത്തിയതിനും 3000 വർഷങ്ങൾക്ക് ശേഷം. ഒഴുക്കുവെള്ളത്തിൽ കഴുകുക. ലേവ്യ പുസ്തകം 15:13. 1845 ആശുപത്രികളിൽ സംഭവിച്ചിരുന്ന സ്ത്രീകളുടെ പ്രസവാനന്തര മരണക്കണക്കുകൾ ഡോക്ടർ ഇഗ്നസ് സെമൽവൈസിനെ ഭയപ്പെടുത്തിയതായി എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക രേഖപ്പെടുത്തിയിരിക്കുന്നു. 30% പേരും അന്നാളുകളിൽ ആശുപത്രിയിൽ പ്രസവശേഷം മരിച്ചു പോകുമായിരുന്നു. മരിച്ചുപോയ രോഗികളുടെ ശരീരങ്ങൾ പരിശോധിച്ച ശേഷം കൈകൾ കഴുകാതെ ഡോക്ടർമാർ അടുത്ത വാർഡിലെ ഗർഭിണികളായ സ്ത്രീകളുടെ അടുക്കൽ ചെന്ന് അവരെ പരിശോധിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ആ കാലത്ത് ഇത് സർവ്വസാധാരണമായിരുന്നു. കാരണം സൂക്ഷ്മ രോഗാണുക്കളെക്കുറിച്ച് ആ നാളുകളിൽ അറിയില്ലായിരുന്നു. ഓരോ രോഗിയെയും പരിശോധിക്കുന്നതിന് ശേഷം ഡോക്ടർമാർ കൈകൾ കഴുകണമെന്ന് ഡോക്ടർ സെമൽവൈസ് നിഷ്കർഷിച്ചു. ഇപ്രകാരം ചെയ്തയുടൻ തന്നെ പ്രസവാനന്തര മരണനിരക്ക് 2% മാത്രമായി കുത്തനെ കുറഞ്ഞു. 3500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അസുഖാവസ്ഥയിൽ ഇരിക്കുന്നവൻ പാലിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ ബൈബിൾ ഇസ്രായേൽ ജനത്തിന് നൽകുന്നത് നോക്കൂ. ലേവ്യ പുസ്തകം 15:13. സ്രവക്കാരൻ സ്രവം മാറി ശുദ്ധിയുള്ളവൻ ആകുമ്പോൾ ശുദ്ധീകരണത്തിനായി 7 ദിവസം എണ്ണിയിട്ട് വസ്ത്രം അലക്കി ദേഹം ഒഴുക്കുവെള്ളത്തിൽ കഴുകണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവൻ ആകും. ഇപ്പോൾ നമുക്കറിയാം, ഡോക്ടർമാർ ഒഴുകുന്ന വെള്ളത്തിലാണ് കൈ കഴുകുന്നത്. എന്നാൽ ഈ അടുത്ത കാലം വരെ പാത്രത്തിൽ വെച്ചിരിക്കുന്ന നിശ്ചല ജലം ഉപയോഗിച്ചിരുന്നു. ഇതും സൂക്ഷ്മാണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരാൻ കാരണമായി. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ. ലേവ്യ പുസ്തകം 17:11. ലേവ്യ പുസ്തകം 17:11 പറയുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്ന ചില തുള്ളി രക്തത്തിൽ നിന്നും ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി, കിഡ്നിയുടെയും ലിവറിന്റെയും ഹൃദയത്തിന്റെയും എല്ലാം ആരോഗ്യസ്ഥിതി ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കുവാനാകും എന്ന് നമുക്കറിയാമല്ലോ. രോഗങ്ങളെയും ക്യാൻസർ, എയ്ഡ്സ്, ഡയബറ്റീസ്, വിളർച്ച, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ രോഗാവസ്ഥകളെയും നിർണയിക്കാൻ സാധിക്കുന്നത് രക്തത്തിലൂടെയാണ്. എന്നാൽ ശാരീരിക ആരോഗ്യം സംബന്ധിച്ച സകലതും രക്തത്തിലൂടെ തിരിച്ചറിയാനാകും എന്ന മഹത്തായ ശാസ്ത്ര സത്യം മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത നാളുകളിലാണ്. ഏകദേശം 120 വർഷങ്ങൾക്ക് മുൻപ് വരെ രക്തം വാർത്തു കളയുന്നത് സൗഖ്യം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുകയും അനേകരുടെ മരണത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തിരുന്നു. ജോർജ് വാഷിംഗ്ടൺ ഭരണകരമായ രീതിയിൽ രോഗബാധിതനായപ്പോൾ ഡോക്ടർമാർ ഇപ്രകാരം രക്തം കുറെ വാർത്തു കളയുകയും അത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു. 12 മണിക്കൂറുകൾക്കുള്ളിൽ
80 ഔൺസോളം 2 ലിറ്ററിൽ കൂടുതൽ രക്തമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തത്. ഏകദേശം 40% രക്തം. എന്നാൽ ഇപ്പോൾ രോഗികൾക്ക് രക്തം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനാൽ രക്തം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് പകരം രക്തം നൽകുകയാണ് ചെയ്യുന്നത്. ദുർരക്തം മാറ്റി പുതിയത് നൽകുന്നു. കാരണം രക്തമാണ് ശരീരത്തിന് ജീവൻ നൽകുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിനും 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബൈബിൾ ഈ സത്യം രേഖപ്പെടുത്തി. എന്നാൽ ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചത് ഈ അടുത്ത കാലത്ത് മാത്രമത്രേ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ലേവ്യ പുസ്തകം 17 അധ്യായം 11 വാക്യം. ഗോളാകാരമായ ഭൂമി. യെശയ്യാ പ്രവചനം 40 അധ്യായം 22 വാക്യം. ഭൂമി ഉരുണ്ടതാണെന്ന് വചനം പറയുന്നു. യെശയ്യാ പ്രവചനം 40 അധ്യായം 22 വാക്യത്തിൽ പറയുന്നു, അവൻ ഭൂമണ്ഡലത്തിൻ മീതെ അധിവസിക്കുന്നു. ഇവിടെ മലയാളത്തിൽ മണ്ഡലം എന്ന വാക്കിന്റെ യഥാർത്ഥ എബ്രായ പദം ഖൂഖ് എന്നത്രേ. ഇതിന്റെ അർത്ഥം ഗോളാകാരമായത്, ഉരുണ്ടത്, കമാന രൂപത്തിലുള്ളത് എന്നൊക്കെയാണ്. BC 740 680 ഇടയിലാണ് യെശയ്യാ പ്രവചനം എഴുതപ്പെട്ടത്. 300 പരം വർഷങ്ങൾക്ക് ശേഷം കടലിൽ ദൂരെ അകലുന്ന കപ്പലുകളുടെ അടിഭാഗമാണ് ആദ്യം കാഴ്ചയിൽ നിന്ന് മറയുന്നതെന്ന് നിരീക്ഷിക്കുകയും അതുപോലെ ഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ മേൽ വീഴുന്ന ഭൂമിയുടെ നിഴൽ വൃത്തമാണെന്ന് കണ്ടെത്തുകയും ചെയ്ത ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഈ വചനഭാഗം വായിച്ചിരുന്നുവെങ്കിൽ തന്റെ വളരെ ശ്രമവും സമയവും ലാഭിക്കുമായിരുന്നു. എന്നാൽ ഇതിനും 2000 വർഷങ്ങൾക്ക് ശേഷവും ശാസ്ത്രം വിചാരിച്ചിരുന്നത് ഭൂമി പരന്നതാണ് എന്നായിരുന്നു. ഈ ബൈബിൾ വചനഭാഗമാണ് ക്രിസ്റ്റഫർ കൊളംബസിനെ കപ്പലിൽ ഭൂമിയെ ചുറ്റാൻ പ്രേരിപ്പിച്ചത്. ബൈബിളും സമുദ്രശാസ്ത്രവും. സങ്കീർത്തനങ്ങൾ 8 അധ്യായം 8 വാക്യം. മാത്യു മൗറിയാണ് സമുദ്രശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. 2800 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തിയ സമുദ്രപാതകൾ എന്ന വാക്ക് അദ്ദേഹം ശ്രദ്ധിച്ചു. സമുദ്രത്തിൽ പാതകളുണ്ടെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ ഞാൻ അവയെ കണ്ടെത്തുവാനായി പോവുകയാണ് എന്ന് അദ്ദേഹം ഉറച്ചു. ദൈവവചനത്തെ മുഖവിലയായി എടുത്തുകൊണ്ട് ഇത് കണ്ടെത്താനായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. സമുദ്രങ്ങളിലെ ഉഷ്ണപ്രവാഹങ്ങളെയും ശീതപ്രവാഹങ്ങളെയും കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ മൂലം ലോകം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. സമുദ്രശാസ്ത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഈ ശാസ്ത്രശാഖയുടെ അടിസ്ഥാനം. ലോകമെമ്പാടുമുള്ള സർവകലാശാലകൾ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നു. പ്രകാശ തരംഗങ്ങളും റേഡിയോ തരംഗങ്ങളും. യോബിൻ പുസ്തകം 37 അധ്യായം 35 വാക്യം. BC 1500-കളിൽ ദൈവം വളരെ അസാധാരണമായ ഒരു ചോദ്യം ഇയ്യോബിനോട് ചോദിക്കുന്നതായി യോബിൻ പുസ്തകം 38 അധ്യായം 35 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ചോദിക്കുന്നു, മിന്നലുകൾ പോയിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ എന്ന് നിന്നോട് പറയത്തക്ക വിധം നിനക്ക് മിന്നലുകളെ അയക്കാമോ? ഇത് കാണിക്കുന്നത് പ്രകാശം അയക്കും എന്നും അതിന് ശബ്ദമായി മാറുവാൻ അഥവാ വെളിപ്പെടുവാൻ സാധിക്കുമെന്നുമാണ്. റേഡിയോ തരംഗങ്ങൾ മുതൽ എക്സ്റേ തരംഗങ്ങൾ വരെ എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങളും പ്രകാശത്തിന്റെ അതേ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനാലാണ് ഭൂമിയുടെ മറ്ററ്റിരിക്കുന്ന വ്യക്തിയുമായി ലൈവ് ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നത്. പ്രകാശമായി അയച്ചതിനെ ശബ്ദമായി വീണ്ടും പ്രതിഫലിപ്പിക്കാം എന്ന വസ്തുത 1864 വരെ ശാസ്ത്രം കണ്ടെത്തിയിരുന്നില്ല.
ഇയ്യോബിൽ ഇത് രേഖപ്പെടുത്തി 3300 വർഷങ്ങൾക്ക് ശേഷമാണ് വൈദ്യുതിയും പ്രകാശവും ഒരേ തരംഗത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണെന്ന് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ കണ്ടെത്തിയത്. തെർമോഡൈനാമിക്സ് ഒന്നാം നിയമം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിൽ ഉള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു, സകലതും തികഞ്ഞു. പ്രപഞ്ചം സമ്പൂർണമായിരിക്കുന്നു. പ്രകാശം നൽകുന്ന സൂര്യന്റെ ശോഭ പരിപൂർണമായിരിക്കുന്നു. നീലാകാശത്തിന്റെ കൈവേലയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. അന്തരീക്ഷം ശുദ്ധീകരിച്ചും ഭൂമിക്ക് ജീവൻ നൽകിയും കൊണ്ട് മേഘങ്ങൾ മഴ പൊഴിക്കുന്നു. വൻമരങ്ങളുടെ സൃഷ്ടിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. അവ നമുക്ക് ശ്വസിപ്പാൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. നദികളുടെ സൃഷ്ടിയും പൂർത്തീകരിച്ചിരിക്കുന്നു. അവയിൽ മത്സ്യം നിറഞ്ഞിരിക്കുന്നു. അവ സമുദ്രങ്ങളിൽ ജലത്താൽ നിറയ്ക്കുന്നു. നമുക്ക് ആഹാരമാകുവാൻ സസ്യങ്ങൾ ലഭിക്കത്തക്ക വിധം കരയും പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. യാതൊന്നിനും പകുതി വികസിച്ച കണ്ണുകളോ ചെവികളോ മസ്തിഷ്കമോ ഇല്ല. സകലതും പൂർണ്ണമത്രേ. ജീവജാലങ്ങൾ മുതൽ മനുഷ്യൻ, പറക്കുന്ന പക്ഷികൾ, വിടരുന്ന റോസാപ്പൂവിന്റെ സൗന്ദര്യവും മണവും, ഇവയെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകങ്ങളായി പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. യാതൊന്നും പരിണമിച്ചുകൊണ്ടിരിക്കുന്നില്ല. സകല സൃഷ്ടിയും പൂർത്തീകരിച്ചിരിക്കുന്നു. അവ ഓരോന്നും പരിപൂർണമായി തന്നെ ഇരിക്കുന്നു. ബൈബിൾ പറയുന്നത് പോലെ. കപ്പലുകളുടെ അളവുകൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. 15 ലക്ഷം ക്യൂബിക് ഫുട്ട് കപ്പാസിറ്റിയുള്ള പെട്ടകം നിർമ്മിക്കുവാൻ വേണ്ട വ്യക്തമായ അളവുകൾ ദൈവം നോഹയ്ക്ക് നൽകുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 1993 സൗത്ത് കൊറിയൻ വേൾഡ് ക്ലാസ് ഷിപ്പ് റിസർച്ച് സെന്റർ നടത്തിയ ശാസ്ത്രീയ പഠനം കണ്ടെത്തിയത് അത്ഭുതാവഹമായ കാര്യങ്ങളാണ്. വ്യത്യസ്ത ഷേപ്പുകളിലുള്ള 12 കപ്പലുകൾ പരിശോധിച്ചതിൽ ഒരു മോഡേൺ ഡിസൈൻ പോലും ബൈബിൾ പറയുന്ന പ്രകാരമുള്ള പെട്ടകത്തിന്റെ മോഡലിനേക്കാൾ ഭേദമായി ഉണ്ടായിരുന്നില്ല എന്ന് അവർ കണ്ടെത്തി. പെട്ടകത്തിന്റെ നീളം അതിന്റെ വീതിയുടെ 6 മടങ്ങും ഉയരത്തിന്റെ 10 മടങ്ങുമായിരുന്നു. ഇപ്പോൾ പല കപ്പലുകളും നിർമ്മിക്കുന്നത് ഇതേപോലെയുള്ള അനുപാതത്തിലാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം വെള്ളത്തിൽ നീങ്ങുവാൻ ആവശ്യമായ പവറിന് ആശ്രയിച്ചാണ് ഇരിക്കുക. നമുക്കറിയാം, നോഹയുടെ പെട്ടകം ഒരു യാത്രാ പെട്ടകം ആയിരുന്നില്ല. ജലോപരിതലത്തിൽ ഒഴുകി നീങ്ങിയാൽ മാത്രം മതിയായിരുന്നു. ബൈബിളും ക്വാറന്റീനും. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 46-ാം വാക്യം. പകർച്ചവ്യാധികൾ തടയുന്നതിനായി രോഗബാധിതരെ അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ തന്നെ ലേവ്യ പുസ്തകം 13-ാം അധ്യായം 46-ാം വാക്യത്തിൽ ബൈബിൾ ക്വാറന്റീനെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം. 1490 BC-യിൽ കുഷ്ഠരോഗികളെ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തി. അവന് രോഗമുള്ള നാൾ ഒക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ച് പാർക്കണം. അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം. ക്രിസ്തുവിന് ശേഷം 17-ാം നൂറ്റാണ്ട് വരെ ക്വാറന്റീനെ കുറിച്ച് മനുഷ്യർ ബോധവാന്മാർ ആയിരുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സംഭവിച്ച ബ്ലാക്ക് ഡെത്ത് എന്ന മാരകമായ പ്ലേഗ് ബാധ 7 കോടിയിലേറെ ജീവനുകൾ എടുത്തു. രോഗികളെ ആരോഗ്യമുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുവാൻ സാധിക്കാതിരുന്നതാണ് ഇത് ഇത്ര ഭയാനക വിപത്തായി മാറുവാൻ കാരണം. കുടുംബങ്ങൾ മുഴുവനായും രോഗികളായപ്പോൾ അത് മോശം വായു മൂലമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ വചനത്തിൽ നൽകിയിരുന്ന ക്വാറന്റീൻ നിയമശാസനം അനുസരിച്ചിരുന്നെങ്കിൽ കോടിക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ ആകുമായിരുന്നു.
ബൈബിളും ദിനോസറും. ഇയ്യോബിന്റെ പുസ്തകം 40 അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 40 അധ്യായം 15 വാക്യത്തിൽ താൻ സൃഷ്ടിച്ച നദീഹയം എന്ന് മലയാളം ബൈബിളിൽ കാണുന്ന ബെഹേമോത്തിനെ കുറിച്ച് ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നു. ചില ബൈബിൾ നിരൂപകർ കരുതുന്നത് ഇത് ഹിപ്പപ്പൊട്ടാമസ് ആണെന്നാണ്. മലയാളം ബൈബിളിൽ നാം വായിക്കുന്നു, ഞാൻ നിന്നെപ്പോലെ ഉണ്ടാക്കിയ നദീഹയം ഉണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു, അതിന്റെ ശക്തി അതിന്റെ കടിപ്രദേശത്തും അതിന്റെ ബലം വയറ്റിന്റെ മാംസപേശികളിലും ആകുന്നു. ദേവദാരു തുല്യമായ തന്റെ വാൽ അത് ആട്ടുന്നു, അതിന്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു, അതിന്റെ അസ്ഥികൾ ചെമ്പ് കുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനമായത്. അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു. കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു. അത് നീർമരുന്നിന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തിലും കിടക്കുന്നു. നീർമരുത് നിഴൽ കൊണ്ട് അതിനെ മറയ്ക്കുന്നു. തോട്ടിങ്കിലെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു. നദി കവിഞ്ഞൊഴുകിയാലും അത് പരിഭ്രമിക്കുന്നില്ല. യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയം ആയിരിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ? അതിന്റെ മൂക്കിൽ കയർ കോർക്കാമോ? ദിനോസറുകൾ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടത് എങ്ങനെയെന്ന് ശാസ്ത്രത്തിന് ഊഹിക്കുവാൻ മാത്രമേ സാധിക്കൂ. ഇതിനുത്തരം ഒരു പക്ഷേ നാം വായിച്ച വചനഭാഗം നൽകുന്നതാവാം. ചിലർ ചിന്തിക്കുന്നത് ഇത് ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചാണ് എന്നാണ്. എന്നാൽ ഈ വലിയ മൃഗത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയായി വചനം പറയുന്നത് ഇതിന്റെ വാൽ ഒരു വൻമരമായ ദേവദാരു പോലെ ആയിരുന്നു എന്നതാണ്. അതിനാൽ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഇതുമായി യോജിക്കുന്നില്ല. ഈ മൃഗത്തിന്റെ പ്രത്യേകതകൾ ഇവയാണ്: ദൈവം ഉണ്ടാക്കിയ സകല സൃഷ്ടികളിലും വലുതായിരുന്നു, ഇത് സസ്യഭുക്ക് ആയിരുന്നു, ഇതിന്റെ ശക്തി ഇതിന്റെ കടിപ്രദേശത്തായിരുന്നു, ഇതിന്റെ വാൽ ഒരു വൻമരം പോലെയായിരുന്നു, ബലമേറിയ എല്ലുകൾ ഉണ്ടായിരുന്നു, മരങ്ങളുടെ ഇടയിലാണ് ഇത് ജീവിച്ചിരുന്നത്, വളരെ വെള്ളം കുടിച്ചിരുന്നു, വൻ നദിക്ക് പോലും ഇതിനെ ഭയപ്പെടുത്തുവാൻ ആകുമായിരുന്നില്ല. എന്നിട്ട് വചനം പറയുന്നു, അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിൽ അതിനെ ഉണ്ടാക്കിയവന് തന്റെ വാൾ അതിനോട് അടുപ്പിക്കുവാൻ കഴിയും എന്നാണ് നാം വായിക്കുന്നത്. താൻ സൃഷ്ടിച്ചതിൽ ഏറ്റവും വലുപ്പമേറിയ സൃഷ്ടിയെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നത് ദൈവിക പദ്ധതി തന്നെ ആയിരുന്നിരിക്കാം. അതല്ലേ ഈ വാക്യത്തിന്റെ ധ്വനി? ഏഞ്ചൽ, നിങ്ങളുടെ മരണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. മരിക്കുവാൻ ഭയമുണ്ടോ? അതെ, എനിക്ക് ഭയമുണ്ട്. ഭയപ്പെടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെന്ന് താങ്കൾ ചിന്തിക്കുന്നുവോ? എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? താങ്കൾക്ക് നിത്യജീവൻ നൽകുവാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ 85-ാം നിലയിൽ ഒരു ലിഫ്റ്റിലാണെന്ന് ഇരിക്കട്ടെ. ലിഫ്റ്റിന്റെ കേബിളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ ഭയങ്കരമായി പേടിക്കും, അല്ലേ? തീർച്ചയായും. ആരെങ്കിലും താങ്കളെ കാണിച്ചു തരികയാണ്. ഈ കേബിളുകൾ കണ്ടോ, 4 ഇഞ്ച് വീതം വണ്ണമുള്ള 10 കേബിളുകളിലാണ് ഇത് നിൽക്കുന്നത്. 10 ആനകൾ കയറിയാൽ പോലും ഇത് പൊട്ടുകയില്ല. ഈ അറിവ് നിങ്ങളുടെ ഭയത്തെ മാറ്റുന്ന വിധത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ വിശ്വാസത്തെ വാനോളം ഉയർത്തുന്ന അറിവ് നിങ്ങൾക്ക് നൽകുവാനും അപ്രകാരം ഭയം പൂർണ്ണമായും നീക്കുവാനും ദൈവത്തിന് സാധിക്കും. നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ നുണ പറയുകയോ എന്തെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴെങ്കിലും ദൈവനാമം വൃഥ ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, ഒരുപക്ഷെ ഒരിക്കൽ. ഇതിനെയാണ് ദൈവദൂഷണം എന്ന് പറയുന്നത്. പഴയ നിയമപ്രകാരം ഒരിക്കൽ ചെയ്താൽ ശിക്ഷ മരണമാണ്. അത്ര ഗൗരവമേറിയതാണ് അത്. നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കുവാൻ ദൈവം എന്താണ് ചെയ്തതെന്ന് താങ്കൾക്കറിയാമോ? ഒരു മഹത് കാര്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു, പീഡകൾ സഹിച്ച് മരിച്ചു. മുഴു ലോകത്തിന്റെയും പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പരിഹാരയാഗമായാണ് താൻ ക്രൂശിൽ മരിച്ചത്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ നിയമം ലംഘിച്ചു കൊണ്ടേയിരുന്നതിനാൽ യേശു അതിന്റെ പിഴ അടച്ചു. നിങ്ങൾ ഒരു കോടതിയിലാണെങ്കിൽ, നിങ്ങൾ കുറ്റവാളിയാണെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ പിഴ അടച്ചാൽ നിങ്ങളെ ജഡ്ജിക്ക് വെറുതെ വിടാമല്ലോ. അപ്രകാരം ദൈവത്തിനും നിങ്ങളെ വെറുതെ വിടാം. നിങ്ങൾ പശ്ചാത്തപിച്ച് ക്രൂശിൽ മരിച്ച 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കും എങ്കിൽ ആ നിമിഷം തന്നെ കരുണാസമ്പന്നനായ ദൈവം നിങ്ങളുടെ സകല പാപങ്ങളും രഹസ്യ പാപങ്ങളും ക്ഷമിക്കുകയും നിത്യജീവൻ എന്ന സമ്മാനം നൽകുകയും ചെയ്യും.
ഇപ്പോൾ നിങ്ങൾക്ക് അല്പം അറിവ് കിട്ടി. ദൈവത്തിന്റെ സത്യസന്ധതയെക്കുറിച്ചും നീതിയെക്കുറിച്ചും അറിയാമോ? ദൈവത്തിന് സകല കാര്യങ്ങളും സാധ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? തീർച്ചയായും ദൈവമല്ലേ? ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ദൈവത്തിന് കള്ളം പറയുവാൻ സാധ്യമല്ല. നുണയും വഞ്ചനയും ദൈവത്തിന് വെറുപ്പാണ്. ദൈവം അത് ഒരിക്കലും ചെയ്യുകയില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഈ വിശ്വസ്തതയിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാം. അതായത് ബൈബിളിൽ ദൈവം നൽകുന്ന സകല വാഗ്ദത്തങ്ങളിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. പല ശാസ്ത്രീയ തത്വങ്ങളും വൈദ്യശാസ്ത്രപരമായ തത്വങ്ങളും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് അറിയാമോ? ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നതിനെക്കുറിച്ചും ഗോളാകാരമാണെന്നും നാം ബൈബിളിൽ വായിക്കുന്നു. ക്വാറന്റീനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. കുഷ്ഠരോഗികൾ തനിയെ പാർക്കണമായിരുന്നു. ഈ അടുത്ത കാലം വരെ ക്വാറന്റീനെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. ഒഴുകുവെള്ളത്തിൽ കൈ കഴുകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. അടുത്ത കാലം വരെ ഡോക്ടർമാർ പാത്രത്തിൽ വെച്ചിരുന്ന വെള്ളത്തിൽ കൈമുക്കിയാണ് കഴുകിയിരുന്നത്. അവരുടെ കൈകളിൽ അണുക്കൾ തുടരുവാൻ ഇത് കാരണമായിരുന്നു. ഈ തത്വങ്ങളൊന്നും മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വളരെ മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാനുമാവായിരുന്നു. അവർ ബൈബിൾ വായിച്ച് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ അറിഞ്ഞേനെ. അതെ, അവർ ബൈബിൾ വായിച്ച് വിശ്വസിച്ച് അനുസരിച്ചിരുന്നെങ്കിൽ വളരെ ജീവനുകൾ രക്ഷിക്കാൻ ആവുമായിരുന്നു. ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് നിത്യജീവൻ നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. 2 കാര്യങ്ങൾ ഇതിനായി ചെയ്യേണ്ടതായിട്ടുണ്ട്. പശ്ചാത്തപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. എപ്പോഴാണ് താങ്കൾ ഇത് ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന്, ഇന്ന് തന്നെ അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, കർത്താവെ, ഞാൻ അവിടുന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് കള്ളം പറയുകയില്ല. ഞാൻ അവിടുത്തെ വിശ്വസ്തതയിൽ ആശ്രയിക്കുന്നു. എന്റെ നിത്യരക്ഷയ്ക്കും നിത്യജീവനുമായി അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. മനസ്സിലായോ? തീർച്ചയായും. ഓസ്കർ, താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ അതിന്റെ അർത്ഥം ബൈബിൾ മുഴുവനായും തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നതല്ല. വ്യക്തമാക്കാമോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാണോ? ദൈവം അക്ഷരാർത്ഥത്തിൽ 6 ദിവസം കൊണ്ട് ഭൂമിയെയും അതിലുള്ളതിനെയും സൃഷ്ടിച്ചില്ല എന്നാണോ? ഇല്ല, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ന്യായവിധി ദിനത്തിൽ ദൈവം താങ്കളെ 10 കൽപ്പനകൾക്ക് അനുസൃതമായി ന്യായം വിധിച്ചാൽ താങ്കൾ നിഷ്കളങ്കനായിരിക്കുമോ അതോ കുറ്റവാളിയായിരിക്കുമോ? 4 കൽപ്പനകൾ നാം നോക്കിക്കഴിഞ്ഞുവല്ലോ. കുറ്റവാളിയായിരിക്കാം. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ? അതെനിക്കറിയത്തില്ല കേട്ടോ. ബൈബിൾ പ്രകാരം ദൈവം പറഞ്ഞിരിക്കുന്നത് കള്ളം പറയുന്നവർ തീപ്പൊയ്കയ്ക്ക് അവകാശികൾ എന്നാണ്. ഏതൊരു കള്ളനോ ദൈവദൂഷണം പറയുന്നവനോ വ്യഭിചാരിയോ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ എപ്രകാരം താങ്കൾക്ക് താങ്കളെ തന്നെ നീതീകരിക്കാനാവും? ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതോ കള്ളമാണെന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് താങ്കൾക്ക് വിശ്വസിക്കാനാകാത്തത്? ഞാൻ പറയട്ടെ, വിശ്വാസത്തിന് കാര്യമുണ്ട്. നിങ്ങൾ ഒരു നീണ്ട വഴിയെ യാത്ര ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. വഴി സുരക്ഷിതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ തന്നെ യാത്ര ചെയ്യും. എന്നാൽ ആ വഴിയിൽ ഒരു കുഴിപ്പമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുവാൻ ശ്രമിക്കും. അതിനാൽ വിശ്വാസമാണ് പ്രവൃത്തിയെ നിർണയിക്കുന്നത്. ദൈവം വെറും ഊമയായൊരു വിഗ്രഹമാണെന്നും നീതിയും സത്യവും ഒന്നും ദൈവത്തിന് വിഷയമല്ല എന്നും ചിന്തിച്ചാൽ താങ്കളുടെ പാപങ്ങളിൽ തുടർന്ന് നരകത്തിൽ പതിക്കുവാൻ ഇടയാകും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിക്കുക. ദൈവം സത്യമേ പറയൂ, ഒരിക്കലും കള്ളം പറയുകയില്ല. താങ്കൾക്ക് എത്ര പ്രായമുണ്ട്? ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. എനിക്ക് 19 വയസ്സ്. എവിടെയാണ് താമസിക്കുന്നത്? ഏത് പട്ടണത്തിൽ? ഇവിടെ തന്നെ. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അപമാനമായി തോന്നുന്നുണ്ടോ? നിങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല എന്നത്? അപ്പോൾ മനുഷ്യനായ താങ്കൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിശ്വാസമില്ലാത്തത് അപമാനമായി തോന്നിയെങ്കിൽ ദൈവവചനം വിശ്വസിക്കാത്തത് മൂലം താങ്കൾ ദൈവത്തെ എത്രമാത്രമാണ് അപമാനിക്കുന്നത്? താങ്കൾക്ക് ബൈബിളിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ തന്റെ വചനത്തിൽ വിശ്വാസമില്ല എന്ന് പറയുക മൂലം ദൈവത്തെ നുണയൻ എന്ന് വിളിക്കുകയല്ലേ ചെയ്യുന്നത്? വചനം പറയുന്നു, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാവാതിരിപ്പാൻ നോക്കുവിൻ. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. പരസ്പര വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനുമായും ഒരു ബന്ധം സാധ്യമല്ല. നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോട്, ഒരു ഗേൾഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ
എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധം നീണ്ടു നിൽക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ സർജനോടോ ഡോക്ടറോടോ ദന്ത ഡോക്ടറോടോ പൈലറ്റിനോടോ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുകയില്ല. പലപ്പോഴും അവർ നിങ്ങളെ നിരാശരാക്കുമെങ്കിൽ പോലും. അങ്ങനെയാക്കുമ്പോൾ കള്ളമായി പറയുവാൻ സാധിക്കാത്ത ദൈവത്തെ നാം എത്രമാത്രം വിശ്വസിക്കണം? അവിശ്വാസം എന്ന പാപത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ദൈവം പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് കാരണം ബൈബിൾ ദൈവപ്രചോദിതമാണ്. അത് നമുക്ക് സ്ഥാപിക്കുവാനും സാധിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ നിങ്ങളോട് കള്ളം പറയുകയില്ല. ഞാൻ സുവിശേഷ സത്യമാണ് നിങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് താങ്കൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം ചെയ്യുമോ? ശരി, ഞാൻ ചെയ്യും.